ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനാൽ VIP പരിവേഷം ലഭിക്കുന്ന മണ്ഡലം കൂടിയാണ് ഇത്. രാഷ്ട്രീയവും വികസനവും ദേശീയ സംസ്ഥാന താൽപര്യങ്ങളുമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരത്തെ ചർച്ചാ വിഷയം. ഒട്ടേറെ രാഷ്ട്രീയ പ്രത്യേകതകൾ ഒളിഞ്ഞും തെളിഞ്ഞുമിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളം രൂപീകൃതമാകുന്നതിന് മുൻപേയുള്ള 1952 ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താൽ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ച ചരിത്രം തിരുവനന്തപുരത്തിനുണ്ട്. കേരളത്തിലെ ആദ്യ വനിതാ ലോക്സഭാ MPയെ സംഭാവന ചെയ്തതും ഇവിടമാണ്. 1952 ആനി മസ്ക്രീനാണ് ആ നേട്ടം ലഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. പാറശാല, കോവളം, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വെഞ്ഞാറമൂട് തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങൾ പരിധിയിൽ വരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്ന K. കരുണാകരന് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ചതും തിരുവനന്തപുരം. 1996 സ്വന്തം തട്ടകമായ തൃശൂരിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് 1998 അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ചുവടുമാറ്റിയത്. എന്നാൽ 2004 പൊതുതെരഞ്ഞെടുപ്പിൽ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ PK വാസുദേവൻ നായരിലൂടെ ഇടതുമുന്നണി തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുത്തു. 2005 അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി വിജയിച്ചു. CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ PKവിക്ക് ലഭിച്ചതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ മണ്ഡലം നിലനിർത്തി. എന്നാൽ 2009 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂർ മുഖേനയാണ് മണ്ഡലം UDF നിലനിർത്തിയത്. രാഷ്ട്രീയവും വികസനവും ദേശീയ സംസ്ഥാന താൽപര്യങ്ങളും ചർച്ചയാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുമോ എന്ന് കണ്ടറിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയുടെയും കുത്തകയല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. രാഷ്ട്രീയ സമവാക്യങ്ങൾ സ്ഥിരമല്ലാത്ത ഈ അന്തരീക്ഷമാണ് മണ്ഡലത്തെ വേറിട്ടതാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, കൈരളി ന്യൂസ്.